ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആഗ്രഹം നമുക്ക് അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. ആഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത്യാഗ്രഹം പാടില്ല എന്നത് മാത്രമാണ് സത്യം. കുട്ടികളെ പഠിപ്പിക്കുമ്പം അധ്യാപകർ പറയും, നിങ്ങൾ 100ന് 100 മാർക്ക് വാങ്ങണം. ഈ ആഗ്രഹത്തോട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് 100ന് 60 മാർക്കെങ്കിലും കിട്ടും. ഇങ്ങനെ പറഞ്ഞാണ് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം 100ന് 100 മാർക്ക് വാങ്ങുന്ന കുട്ടികളുമുണ്ട്, 60എങ്കിലും കിട്ടുന്ന കുട്ടികളുമുണ്ട്. അതിന് താഴെ വരുമ്പോഴത്തേക്ക് പറയും, വേണ്ട, ഇങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട, നമുക്ക് നന്നായി പഠിച്ചാലേ പറ്റുള്ളൂ, നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കണം, എനിക്ക് ഇത്രയും മാർക്ക് വേണം, ഇത്രയും ഉയർച്ചയിലെത്തണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അധ്യാപകർ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കുഞ്ഞുങ്ങളിലും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഉന്നതിയിലേക്ക് ആഗ്രഹിച്ചാലേ നമ്മൾക്ക് എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്താൻ പറ്റുകയുള്ളൂ. ഈ ആഗ്രഹം ഒരിക്കലും ദോഷകരമാവില്ല, ദോഷകരമാക്കാൻ അനുവദിക്കുകയും ഇല്ല. ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനോട് പറഞ്ഞ് എല്ലാ ഭാഗ്യവും നേടുക. നമുക്കതിന് സാധിക്കും. ആഗ്രഹങ്ങൾ സബലീകരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാ ഭാഗ്യവും തരണേ എന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. ഭഗവാൻ എല്ലാ ഭാഗ്യവും തരാൻ കഴിയും. നമുക്കത് നേടുകയും വേണം. ഭഗവാന് മാത്രമേ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സബലീകരിച്ച് തരാൻ പറ്റുകയുള്ളൂ. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാം. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.